പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു പ്രഭാതം കൂടെ ദൈവം തന്നു. ഈ സന്തോഷകരമായ നിമിഷം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം ധ്യാനിക്കാം. 145 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുന്നു: തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ആരാണ് നമ്മുടെ ദൈവം? തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ധാരാളം അനുഗ്രഹങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ച്, നിങ്ങളുടെ ആത്മീക മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് കാഴ്ചപ്പാടുകൾ കാണും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ദർശനങ്ങൾ നിങ്ങൾക്ക് കാണും. സ്തോത്രം. പക്ഷെ അതൊക്കെ ഈ 2025 അവസാന നാളുകളിലോട്ട് എത്തിയപ്പോഴും പലപ്പോഴും അത് സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ പറഞ്ഞ ഈ വചനമാണ്. പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ ഒരു ഭക്തയാണോ? ദൈവത്തിൻ്റെ ഒരു മകനാണോ? ദൈവത്തിൻ്റെ ഒരു മകളാണോ? നമ്മളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിമിതി വരെ സാധിപ്പിച്ചു കൊടുക്കാനായി അവർ ശ്രമിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല കുടുംബം, ഇതൊക്കെ പലപ്പോഴും മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് നേടിക്കൊടുക്കാറുണ്ട്. എന്നാൽ അതിലൊക്കെ അപ്പുറമായി നമ്മുടെ പിതാവായ സ്വർഗത്തിലെ ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ആഗ്രഹമുള്ളത്, സ്തോത്രം, അതൊക്കെ ദൈവം സാധ്യമാക്കി നൽകുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ പകൽക്കാലം ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, മക്കൾ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ കർത്താവിനോട് പറ. സ്തോത്രം. മനുഷ്യരുടെ അടുത്തല്ല നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങൾ മനുഷ്യരോടല്ല പറയേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, യൗവനക്കാരോട് പറയട്ടെ, മക്കളെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരോടല്ല പറയേണ്ടത്. അതിനേക്കാൾ അപ്പുറമായി നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവത്തോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറ. സ്തോത്രം. നമ്മുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മക്കളെ, ആകാശത്തിന്റെ കീഴിലെ ഭൂമിക്ക് മുകളിലുള്ള സകലത്തെയും സൃഷ്ടിച്ച് അതേ തൻ്റെ മക്കൾക്ക് വേണ്ടി സകലതും കൊടുത്ത ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളെ നിറവേറ്റി നൽകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സ്തോത്രം. മാതാവേ, പിതാവേ, നിന്റെ കുഞ്ഞിന്റെ ആഗ്രഹങ്ങൾ നിനക്ക് നിറവേറ്റി കൊടുക്കുവാൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന ഒരു മാതാവും പിതാവുമാണോ? സ്തോത്രം. അതേ കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ടുള്ള നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകളുണ്ടോ? പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുവാൻ കർത്താവിന് സാധിക്കും. ആ കർത്താവിനോട് നിങ്ങൾ നിലവിളിക്കുമോ? നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുമോ? നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുമോ? അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് നൽകുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ശലോമോന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിച്ചു കൊടുത്ത ദൈവമാണ്. ആദിമ പിതാക്കന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഒക്കെ ദൈവം മാനിച്ചു കൊടുത്തു. ഇന്നും നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ പൂർവികരെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം പട്ടുപോകത്തക്ക നിലയിൽ ശത്രു നമ്മളെ നിലംപരിചയാക്കാൻ പല പദ്ധതികൾ കൊണ്ടുവന്ന് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അതേ ഒരു മൺകുട ഉടച്ചു കളയുന്നത് പോലെ തകർത്ത് കളയുവാൻ ശ്രമിച്ചപ്പോഴും നമ്മെ അവിടുന്നൊക്കെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് വന്നത് ദൈവത്തിന്റെ സ്നേഹമല്ലേ? ഇത്രത്തോളം ദൈവം നമ്മളെ കൊണ്ടുവന്നെങ്കിൽ ഇനിയും നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സാധ്യമാക്കി നൽകും. ആകയാൽ ഇന്ന് പകൽക്കാലം ഞാനൊരു വാഗ്ദത്തമായി, ദൈവത്താൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു വാഗ്ദത്തമായി ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു നൽകും. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു നൽകുന്ന ആ ദൈവത്തിന്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ക്രിസ്തീയ ജീവിതം സന്തോഷകരമായി നയിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾക്ക് അതാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ ദൈവം സാധ്യമാക്കി നൽകും. ഈ മാസത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധ്യമാക്കി തരും. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ, നിങ്ങളുടെ മക്കളെക്കുറിച്ചോ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളില്ലേ? ആ ആഗ്രഹങ്ങളൊക്കെ കർത്താവിനോട് പറ. കർത്താവ് അത് സാധ്യമാക്കി നൽകുമെന്ന്. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? സ്തോത്രം. മനുഷ്യന് നൽകാത്തത് ദൈവത്തിന് തരാൻ കഴിയുമെന്ന്. സ്തോത്രം. നേതാക്കന്മാർക്ക് തരാൻ കഴിയാത്തത് ദൈവത്തിന് സാധ്യമാക്കി നൽകുവാൻ കഴിയും. ആകയാൽ വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ നല്ലൊരു കൃപതയും നൽകട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.